ദിയാസനയ്ക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി തുറന്നടിച്ച് ട്രാൻസ് വുമൺ ശ്രീകുട്ടി നമിത. ദിയാസന ഒരിക്കലും ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളായിട്ട് മുന്നോട്ട് വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കായിട്ടൊരു പോളിസിയും നിയമവും നിലവിൽ വന്നത്. അല്ലാതെ ഇവരാരും സഹായിച്ചിട്ടില്ല. ഞങ്ങൾ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് ദിയാസന പോലെ ഒരു ഫ്രോഡ് ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തെന്ന കള്ളം പറഞ്ഞ് അവരുടെ ആദായങ്ങൾ അടിച്ചുമാറ്റി അവരെ ഉപയോഗിച്ച് നടക്കുന്ന ഒരു തട്ടിപ്പുകാരിയാണ് ദിയാസന എന്നും ശ്രീകുട്ടി നമിത പറഞ്ഞു. ഞാനൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നത്. കുറേ നാളുകളായിട്ട് ലൈവിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം, അല്ലെങ്കിൽ ലൈവിൽ വന്ന് കുറേ കാര്യങ്ങൾ പറയണം നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള സമയം കിട്ടുന്നില്ല. ആ സമയം കിട്ടിയതിന് ശേഷമാണ് നേരിട്ട് വരാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. ഇപ്പോൾ തന്നെ ദിയാസനയെക്കുറിച്ച് നമ്മൾ നിരവധി ആരോപണങ്ങൾ ഇങ്ങനെയെല്ലാം കേൾക്കുന്നുണ്ട്. എല്ലാം ശരിവെക്കുന്ന തരത്തിലുള്ള, ഞങ്ങൾ പണ്ട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശരിവെക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന ദിയാസന. കാരണം ദിയാസന എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അല്ലെ ട്രാൻസ്ജെൻഡേഴ്സിന് ഈ കേരളത്തിൽ ഇത്രയും എല്ലാം നേടിത്തന്ന ധാരണയാണ് ഈ പൊതുസമൂഹത്തിലൊക്കെ ദിയാസന വരുത്തി വെച്ചത്. ആക്ച്വലി 2015 കേരളത്തിൽ ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പിലാക്കുന്നത്. ഈ 2015 ശേഷമാണ് ഞാൻ ഈ ദിയാസന എന്ന് പറയുന്ന ഈ വ്യക്തിയെ കാണുന്നത് തന്നെ. അതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു വ്യക്തികളെ, ദിയാസന എന്നല്ല, ദിയാസനെ പോലുള്ള ട്രാൻസ്ജെൻഡർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ആരെയും തന്നെ ഇന്നേ വരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇന്നേ വരെ അത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. 2015 ഡിസംബർ മാസത്തിൽ അന്നത്തെ UDF സർക്കാരാണ് ഈ ട്രാൻസ്ജെൻഡർ പോളിസി പാസ്സാക്കി ട്രാൻസ്ജെൻഡേഴ്സുകൾക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള അംഗീകാരം, ഒരു നിയമം ഇവിടെ കേരളത്തിൽ കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഈ നിയമം വാങ്ങാൻ, അല്ലെങ്കിൽ നിയമം കൈപ്പറ്റാൻ, അല്ലെങ്കിൽ ഈ നിയമം നടപ്പിലാക്കി തരാൻ വേണ്ടി, അന്ന് കഷ്ടപ്പെടാൻ വേണ്ടി ഞങ്ങൾ എന്ന് പറയുന്ന ഞങ്ങളെപ്പോലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിന് പുറത്തു നിന്ന് ഇതിനു വേണ്ടി ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരാരും അവകാശം പറഞ്ഞ് ഇന്നുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ അവരാരും ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെയും മുമ്പോട്ട് വന്നതായിട്ട് എവിടെയും ആ പ്രശംസ ഏറ്റുവാങ്ങുന്ന ഈ ദിയാസനയെ പോലെ ആരെയും കണ്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരാരും ഇതൊരു ക്രെഡിറ്റായിട്ട് എടുത്ത് മുന്നോട്ട് വെക്കുന്നില്ല. പക്ഷേ ട്രാൻസ്ജെൻഡേഴ്സായ ഞങ്ങളാണ് അന്ന് വളരെ കഷ്ടപ്പെട്ട്, അന്ന് ഞങ്ങളെ കല്ലെറിയുകയും പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ അടുത്തിൽ ഞങ്ങൾ ട്രാൻസാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള അവകാശമുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് ഉറക്കെ പറയുകയും ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങി വന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് കേരളത്തിൽ ട്രാൻസ്ജെൻഡറിന് പോളിസി എന്ന് പറഞ്ഞൊരു പോളിസി കിട്ടുകയും നിയമം നിലവിൽ വരികയും ചെയ്തത്. അന്ന് ഈ ദിയാസനെ പോലുള്ള ഇത്രയും ഫ്രോഡുകളൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. ഞങ്ങളെ കല്ലെറിയുന്ന സമയത്ത് ഞങ്ങൾ വേഷം ധരിച്ച് നടക്കുന്നവരാണ്, അല്ലെങ്കിൽ വേഷം കെട്ടി നടക്കുന്നവരാണ്, ആണും പെണ്ണും കെട്ടവരാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഇല്ല എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾ പോരാടുകയും അതിനെതിരായിട്ട് ഞങ്ങൾ അവിടെ പല പരിപാടികൾ സംഘടിപ്പിക്കുകയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും കേരളത്തിൽ ജീവിക്കാനുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്ന സമയത്ത് ഈ ദിയാസനെ പോലുള്ളവർ ഇന്ന് അവകാശപ്പെടുന്നു ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് ആക്ടിവിസ്റ്റാണെന്ന് കള്ളത്തരം പറഞ്ഞിട്ട് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരുടെ ആദായങ്ങൾ പറ്റാനും അവരെ ഉപയോഗിച്ച് മറ്റുള്ളവരിൽ നിന്ന് പണം പറ്റാനും വേണ്ടിയിട്ടുള്ള ഒരു ടൂൾസായിട്ടാണ് ദിയാസന ഇന്നതുവരെ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ലൈവ് പോയോടെ തന്നെ ദിയാസന തിരുവനന്തപുരത്തെ കുറേ ട്രാൻസ്ജെൻഡേഴ്സിനെ വിളിച്ചിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ അടിയിൽ വന്ന് ഇവൾ കള്ളിയാണ്, ഇവൾ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിക്കുന്നവളാണ്, ട്രാൻസ്ജെൻഡേഴ്സിനെ പണം പറ്റിച്ച് കടന്നു കളഞ്ഞവളാണ്, ട്രാൻസ്ജെൻഡേഴ്സിനെ പണം പറ്റിച്ച് ജീവിക്കുന്നവളാണെന്നൊക്കെ പറഞ്ഞു കുറേ ലൈവ് ഇങ്ങനെ ആൾക്കാരെ ഇപ്പോൾ ഫോൺ വിളിച്ചിട്ട് അവളെ കമൻറ്റ് അടിയിൽ ചെന്ന് ഇങ്ങനെ പറയണം, അവളുടെ കമൻറ്റിൻ്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞിട്ട് താൻ ട്രാൻസ്ജെൻഡർക്ക് വേണ്ടി ജീവിതം ഹോമിച്ച് ചെയ്യുന്ന
വ്യക്തിയാണ് എന്ന് പറയുന്ന ദിയാസനയ്ക്ക് നാണമുണ്ടോ? ദിയാസന തൊട്ട് മാതൃത്വം പോലും വിലക്കി വെക്കുന്ന നീ ആണ് ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്താണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി നീ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്വന്തം ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സെക്സും സെക്ഷുവാലിറ്റിയും പോലും തിരിച്ചറിയാതെ ട്രാൻസ് വുമണിനെ വേറെ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് പെൺപാണിവ കേസിൽ കുടുക്കി സ്വന്തം കമ്മീഷന് വേണ്ടി പണം തരാത്തതിൻ്റെ ഒറ്റ കാരണവും പറഞ്ഞിട്ട് അവരെ ഈ തിരുവനന്തപുരത്ത് നിന്ന് വോട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചതിൻ്റെ ഫലമല്ലേ ദിയാസന നീ ഇന്ന് ഒളിവിലിരിക്കുന്നത്? ഒരു ട്രാൻസ് വ്യക്തികളെ ബഹുമാനിക്കാൻ, ട്രാൻസ് വ്യക്തികളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ അവരെ സെക്ഷുവാലിറ്റി വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ അവർ ട്രാൻസ് വുമൻസ്മാർ വേറൊരു വുമണിനെ സെക്ഷുവൽ ഹറാസ്മെൻറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് വേഷം കെട്ടി അവരെ പേരിൽ FIR ഇടിയിപ്പിച്ച് ഇവിടുന്ന് ഓടിച്ചവളല്ലേ നീ? അതിൻ്റെ പ്രതിഫല ഫലം ഒളിവിലിരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മാനസിക അവസ്ഥയെന്ന് നിന്നെ മനസ്സിലാക്കി തന്നില്ലേ ദൈവം? കള്ളക്കേസിൽ കുടുക്കി അവരിവിടുന്ന് ഓട്ടിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഓടാനോ അതിനെതിരെ ഒരു കേസ് എടുക്കാനോ സത്യത്തിൻ്റെ വഴിയല്ലേ സത്യം വിജയിച്ചത്? അത് സത്യം വിജയിച്ചത് കൊണ്ടല്ലേ ദിയാസന ഇന്ന് ഈ ഒളിവിൽ പോകാനും ഒളിവിലിരുന്നതിൻ്റെ സുഖം എന്താണെന്നും ഈ അപരാധം കേൾക്കുന്നതിൻ്റെ സുഖം എന്താണെന്നും മനസ്സിലാക്കി തന്നത് ദൈവമല്ലേ ദിയാസന? ഈ ദിയാസന എന്ന് പറയുന്ന വ്യക്തി ഇടനിലക്കാരിയായിട്ട് കമ്മീഷൻ പറ്റാനും ട്രാൻസ്ജെൻഡേഴ്സിനെ തമ്മിൽ തല്ലിക്കാനും അവരെ ചൂഷണം ചെയ്യാനും മാത്രമായിട്ട് പ്രവർത്തിച്ച ഒരേ ഒരു വ്യക്തിയാണ് ദിയാസന. ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഇന്നേ വരെ ഒരു പ്രവൃത്തിയും ചെയ്തില്ല. ദിയാസന ആകെ ചെയ്യുന്നത് കഷ്ടപ്പെട്ട് ട്രാൻസ്ജെൻഡേഴ്സായി ഞങ്ങൾ ഒരു പ്രോഗ്രാം കഷ്ടപ്പെട്ട് ഞങ്ങൾ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യുമ്പോൾ ആ ഓർഗനൈസ് ചെയ്തതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ ദിയാസന ഓടി വന്നിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ലൈവ് ഇട്ട് കാണുമ്പോൾ സാധാരണപ്പെട്ട ജനങ്ങൾ വിചാരിക്കുന്നത് ട്രാൻസ്ജെൻഡേഴ്സിന് ഒരു കഴിവില്ല. ദിയാസനയാണ് ഇത്തരത്തെ പരിപാടിയെല്ലാം സംഘടിപ്പിക്കുകയും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും നടത്തുന്നത് ഈ ദിയാസനയാണെന്നാണ് ഈ സാധാരണ കേരളത്തിലെ മുഖ്യ ആൾക്കാരും ധരിച്ചു വെച്ചിരുന്നത്. അത് തെറ്റാണ്. ദിയാസനയ്ക്ക് ഒരുവിധ കഴിവുമില്ല. ട്രാൻസ്ജെൻഡേഴ്സ് ഇന്ന് ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിൽ നിൽക്കുകയും മുഖ്യധാര സമൂഹത്തിൽ നിൽക്കുന്നത് ഞങ്ങളുടെ കഴിവുകൊണ്ട് മാത്രമാണ്. അതിന് ഓരോ ട്രാൻസ്ജെൻഡേഴ്സും അതിന് ശക്തമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ ഐഡൻറ്റിറ്റി അവർ തുറന്നു പറയുകയും അവർ മുൻപന്തിയിൽ ഇറങ്ങുകയും ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയാണെന്ന് പറയുകയും ചെയ്തതിൻ്റെ പരിണിത ഫലം കൊണ്ടാണ് ഇന്ന് ഞങ്ങളെല്ലാവരും ഓരോ തരത്തിലും ഭൂമിയിൽ അവകാശികളാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ഓരോ സ്ഥലത്ത് വിസിബിളായി നമ്മൾ ജീവിക്കാൻ തുടങ്ങി. നമുക്ക് ആരും അതിനുള്ള സപ്പോർട്ടോ നമുക്ക് ആരും അതിനുള്ള ഒരു പിന്തുണയോ ആരും തന്നിട്ടില്ല. നമ്മളുടെ കഷ്ടപ്പാടിൽ ഞങ്ങൾ പ്രവർത്തിച്ച് ഞങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ അവകാശങ്ങൾ സ്ഥാപിക്കാനായിട്ട് ദിയാസനെ പോലുള്ള വ്യക്തികൾ വരികയാണ്. വന്നിട്ട് അവർക്ക് ദിയാസനയ്ക്ക് പോലും അറിയത്തില്ല ഞങ്ങളുടെ സെക്ഷുവാലിറ്റി എന്താണ്, ഞങ്ങളുടെ ജെൻഡർ എന്താണ്, ഞങ്ങളുടെ സെക്ഷുവാലിറ്റി ഞങ്ങളുടെ സെക്സ് എന്താണെന്ന് പോലും അറിയത്തില്ല. കുറേ ഞാൻ ദിയാസനെ കാണുന്ന 2010 പോളിസിയൊക്കെ പാസ്സായി ഗവൺമെൻറ്റും ഈ സമൂഹവും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ദിയാസനെ പോലുള്ള വ്യക്തികൾ ഞാൻ കാണുന്നത്. അവരാണ് ഇപ്പോൾ ദിയാസന ഞങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി എന്തോ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മഹത്വം എടുക്കാനും അതിൻ്റെ പ്രശസ്തിയായി ബിഗ് ബോസ് വരെ എത്താനും ദിയാസനയ്ക്ക് തയ്യാറായത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഈ കള്ളപ്പേര് പറഞ്ഞാണ്. എവിടെ പോയാലും കേരളത്തിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഈ കഴിഞ്ഞ കാലത്ത് ഈ ദിയാസന ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒളിവിലില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ നമ്മുടെ എറണാകുളത്ത് സജിന എന്ന് പറയുന്ന ഒരു ബിരിയാണി കച്ചവടം ചെയ്യുന്ന കുട്ടിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായി. എത്രയും സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള സാംസ്കാരിക രംഗത്തുള്ള എല്ലാവരും പ്രതികരിച്ചു. അവരെല്ലാവരും അവരുടെ സഹായങ്ങൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഈ ദിയാസന ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും എറണാകുളം എത്തിയിട്ട് അവിടെ ചെന്നൊരു ലൈവ് ഇട്ട് കഴിയുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ വരുന്നവരെ കൂടെ പിടിച്ചിട്ട് ഇത് ദിയാസന മുഖാന്തരമാണ് ഇത് കിട്ടുന്നത് എന്നുള്ള വരുത്തി തീർക്കലുള്ള എത്ര പൊറാട്ട നാടകം കളിച്ച് മുന്നോട്ട് പോകാൻ. എത്ര നാളിങ്ങനെ നാടകം കളിച്ച് നിൽക്കും ദിയാസന? ഇപ്പോൾ നീ ഒളിവിൽ പോയിരിക്കും, രഹസ്യമായിട്ട് ജീവിക്കുന്നില്ലേ? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും നിനക്ക് സപ്പോർട്ടാണെന്നറിയാം. എങ്കിൽ പോലും പറയുന്നത് ഈ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും എന്ന് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നീ ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ വെള്ളം കുടിച്ചിരിക്കും ദിയാസന. അത്രയും ട്രാൻസ് കമ്മ്യൂണിറ്റികളെ ഇത്രയും കഷ്ടപ്പെടുത്തുകയും അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത ദിയാസനയ്ക്കുള്ള ദൈവം കൊടുത്ത കടുത്ത ശിക്ഷയാണ്. ഇതിൻ്റെ പിറകെ പ്രവർത്തിച്ച എല്ലാവർക്കും തക്കതായ മറുപടി കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഞാൻ കാര്യത്തിലോട്ട് കടക്കാം. ദിയാസന എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോയിട്ട് തിരിച്ചു ഇറങ്ങി വരുന്ന സമയത്ത് ട്രാൻസ്ജെൻഡേഴ്സായ രഞ്ജിനി പിള്ളയ്ക്ക്
അർച്ചന എന്ന സീരിയൽ ആർട്ടിസ്റ്റ് നടിയെ അർച്ചനയിൽ നിന്നും 1.5 ലക്ഷം രൂപ 1 ലക്ഷം രൂപ കാറ്ററിംഗ് നടത്താൻ, അതായത് എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നടത്താൻ വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ വാങ്ങിക്കൊടുക്കാമെന്നുള്ള ഒരു ഇടനിലക്കാരിയായിട്ട് നിന്ന് സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അർച്ചനയായിട്ട് വന്നു, ഇവിടെ രഞ്ജിനി പിള്ളയുമായിട്ട് സംസാരിച്ചു എല്ലാ രീതിയിലും തയ്യാറായി 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ ഈ 1 ലക്ഷം രൂപ കൊണ്ട് ഒരു കാറ്ററിംഗ് സംവിധാനം നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുകയും നമ്മൾ അർച്ചനയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അർച്ചന പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര പൈസയേ ഉള്ളൂ, ഞാൻ വേറൊരു വ്യക്തിയെയും കൂടെ കണ്ടിട്ട് അവരിലൂടെ രഞ്ജിനി പിള്ളയ്ക്ക് കൂടുതൽ പൈസ സഹായം തരാമെന്ന് വാഗ്ദാനവും ചെയ്തു. അപ്പോൾ ഈ ദിയാസന ഇടനിലയിൽ നിൽക്കുമ്പോൾ ദിയാസനയ്ക്ക് ഇതിൻ്റെ കമ്മീഷൻ വേണമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് നമ്മളോട് ഈ പൈസ വാങ്ങിത്തരാമെന്ന് ഏറ്റത്. അത് ആ കമ്മീഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ദിയാസന തിരുവനന്തപുരത്ത് ഓർഗനൈസേഷനുണ്ട്, ഓർഗനൈസേഷൻ വഴി ഒന്നും ബന്ധപ്പെടാതെ രഞ്ജിനി പിള്ളയായി മാത്രമായി പേഴ്സണലായി ബന്ധപ്പെട്ട് ഇവർ തമ്മിലുള്ള ഡീലിങ്ങിൽ ഈ പൈസ കൊടുക്കാമെന്ന് എഗ്രിമെൻറ്റ് ചെയ്തു. പക്ഷേ രഞ്ജിനി പിള്ളയും ഈ അർച്ചന സുശീലനും കൂടെ നേരിട്ട് സംസാരിച്ചതിൻ്റെ പുറകെ കൂടുതൽ പൈസ ആവശ്യപ്പെടുകയും ദിയാസന അറിയാതെ ഈ പൈസ രഞ്ജിനിയുടെ അക്കൗണ്ടിൽ നേരിട്ട് ദിയാസന ഇടപെടാതെ അർച്ചന സുശീലൻ നൽകുകയാണ് ചെയ്തത്. ഇത് എങ്ങനെയോ അറിഞ്ഞ ദിയാസന അന്ന് മുതൽ കമ്മീഷന് വേണ്ടിയിട്ട് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഈ കമ്മീഷൻ ദിയാസനയ്ക്ക് കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്തത്. തിരിച്ച് ഞങ്ങൾ ആ അർച്ചന തന്ന കാശ് മുഖാന്തരം ഒരു ട്രാവലർ എടുത്ത് ഒരു ഫാസ്റ്റ് ഫുഡ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ട്രാവൽ എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി കണക്കാക്കി വെക്കുകയായിരുന്നു. എന്നിട്ടും ഇനിയും പൈസകൾ തികയാറുണ്ട്. വണ്ടി മാത്രം എടുത്താൽ പോരാ, അതിനകത്തുള്ള കാറ്ററിംഗ് നടത്താനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ടായാൽ മാത്രമേ നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ ട്രാവലർ എടുത്ത് ഇട്ടിരുന്ന സമയത്ത് കുറേ കാലങ്ങളായി ഇതിങ്ങനെ നടത്താതെ ഈ വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് ചെയ്തത്. ബാക്കി കുറച്ച് പൈസയും കൂടെ പലതരത്തിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലും സ്പോൺസറെ കണ്ട് നടത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ വണ്ടി ഇട്ടിരിക്കുക. പക്ഷേ അർച്ചനയിൽ നിന്ന് നേരിട്ട് ദിയാസന മുഖാന്തരം പൈസ തരാത്തത് കൊണ്ടും ദിയാസനയ്ക്ക് അതിന് കമ്മീഷൻ കിട്ടാത്തത് കൊണ്ടും ദിയാസന ശക്തമായിട്ട് അതിനെ എതിർത്തുകൊണ്ടേയിരുന്നു. എന്തുകൊണ്ട് ദിയാസന ഈ അർച്ചനയോട് ചെന്നിട്ട് എന്തിന് ഞാനറിയാതെ കാശ് കൊടുത്തു എന്ന് ചോദിച്ചില്ല? അർച്ചന മുഖാന്തരം വേറൊരു വ്യക്തി ഞങ്ങൾക്ക് നേരിട്ട് പൈസ തന്നപ്പോൾ എന്തുകൊണ്ട് ദിയാസനയുടെ കൂട്ടുകാരിയായിരുന്ന സീരിയൽ ആർട്ടിസ്റ്റ് അർച്ചന സുശീലിനെ വിളിച്ചു എന്തുകൊണ്ട് ചോദിച്ചില്ല? ഞാനാണ് ഇടനിലക്കാരിയായിട്ട് നിൽക്കുന്നത്, ഞാനറിയാതെ നിങ്ങൾ എന്തിന് ഡയറക്റ്റായിട്ട് കാശ് കൊടുത്തു? അങ്ങനെയൊന്നും ചോദിക്കാതെ ഞങ്ങളുടെ കമ്മീഷൻ പറ്റാതിരുന്നപ്പോൾ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ രഞ്ജിനി പിള്ളേനെ സെക്ഷൽ ഹറാസ്മെൻറ്റ്, ഒരു പെൺകുട്ടിയെ കൂട്ടുപിടിച്ചിട്ട് സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്നുള്ള പേരിൽ നിയമം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടും ഈ രഞ്ജിനി പിള്ളേനെ ഇവിടെ നാട്ടിൽ നിന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് പള്ള കേസ് കുടുക്കി കുറേ ട്രാൻസ് കമ്മ്യൂണിറ്റികളെയും കൂട്ടുപിടിച്ചു. ദിയാസന കളിച്ച് പൊറോട്ട നാടകത്തിൽ രഞ്ജിനി പിള്ളേനെ ഒളിവിലാക്കിപ്പോയി. ഞങ്ങൾ കള്ളികളാണ്, പൈസ പറ്റിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ദിയാസന എൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച വണ്ടി വാങ്ങിക്കൊണ്ടുപോയി. ആ വണ്ടി വാങ്ങിക്കൊണ്ടുപോയതിൻ്റെ രേഖകൾ ഞാനിവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പത്രത്തിൽ ദിയാസന എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങി കൊണ്ടുപോയി. പക്ഷേ ഈ വണ്ടി വാങ്ങി കൊണ്ടുപോയതിൻ്റെ രേഖയാണ് എൻ്റെ എഴുതി തന്നിട്ടുള്ള രേഖയാണ്. വണ്ടി ദിയാസന കൈപ്പറ്റുന്നു എന്നുള്ള രീതിയിൽ, ട്രാവലർ കൈപ്പറ്റുന്ന രീതിയിൽ പത്രത്തിൽ എഴുതുന്ന രേഖയാണിത്. എന്നിട്ട് ഈ വണ്ടി ഞങ്ങൾ തിരികെ കൊടുത്തതായിട്ട് എവിടെയും ദിയാസന രാവിലെ നേരം വെളുത്തിരുത്തുന്നവരെയും ലൈവിട്ട് പറയുന്ന ദിയാസന ഞാൻ അവരെ കയ്യിൽ നിന്ന് വണ്ടി വാങ്ങി എന്ന് എവിടെയും ലൈവിട്ട് പറഞ്ഞിട്ടില്ല, എവിടെയും പ്രസ്താവിച്ചിട്ടില്ല. തിരിച്ച് അർച്ചന സുശീലന് വേണ്ടി ഈ വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുവെന്ന് അർച്ചനയോ ഈ ഞങ്ങൾക്ക് വണ്ടി കൊടുക്കാതിരുന്ന സമയത്ത് തരികട സാബുവിനെയും അർച്ചനയും കൊണ്ട് ലൈവ് ഇടിപ്പിച്ചു. അർച്ചന വളരെ ഇമോഷണലായിട്ട് വന്ന് സംസാരിച്ചു. ഞാൻ കഷ്ടപ്പെട്ട പൈസയാണ്, അത് ഏതെങ്കിലും ട്രാൻസിന് ഉപകരിച്ചോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കൊടുത്തതാണ്. തിരിച്ച് എന്തുകൊണ്ട് ഈ വണ്ടി തിരിച്ച് കൈപ്പറ്റിയ സമയത്ത് അർച്ചന സുശീല എന്തുകൊണ്ട് ലൈവ് വന്ന് ഇങ്ങനെ പറഞ്ഞില്ല ഞങ്ങൾ ഈ വണ്ടി തിരികെ സ്വീകരിച്ചിരിക്കുന്നുവെന്ന്? ചാരിറ്റബിളായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ധനസഹായമായിട്ടോ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ആ തിരിച്ച് വാങ്ങിച്ചിട്ട് പോകുമ്പോൾ കൊടുക്കുമ്പോൾ മാത്രം ലൈവ് ഇട്ട് പ്രശസ്തി നേടിയാൽ മാത്രം പോരാ, അത് തിരിച്ച് വാങ്ങി പോകുമ്പോൾ ദിയാസനയുടെ കൊണ്ട് തിരിച്ച് വാങ്ങിച്ചിട്ട് അർച്ചന സുശീലൻ തിരിച്ച് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റുള്ള മീഡിയസ് വഴി അത് വെളിപ്പെടുത്തിയില്ല? എന്തുകൊണ്ടും അത് പറഞ്ഞില്ല ഞാൻ ഈ വണ്ടി തിരിച്ച് കൈപ്പറ്റിയിരിക്കണമെന്ന്.
ദിയാസന വാങ്ങിക്കൊണ്ട് പോയിട്ട് ദിയാസന ഈ വണ്ടി എന്തു ചെയ്തു എന്ന് ദിയാസന ഇതുവരെയും ലൈവിൽ പറഞ്ഞിട്ടില്ല. ദിയാസന ഈ വണ്ടി എന്തു ചെയ്തു എന്നുള്ള ഇത് ആരോടും ഇത് ഇൻഫർമേഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ തരികട കാണിച്ച് ട്രാൻസ്ജെൻഡേഴ്സിനെ വരെ കബളിപ്പിക്കുന്ന ദിയാസനയ്ക്കാണോ ഇത്തരം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ട് ദിയാസനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ദിയാസന കാണിച്ച ഇത്രയും ക്രിമിനലും ഫ്രോഡുമായ ദിയാസനയെ കൂടെ ഭാഗ്യലക്ഷ്മി ചേച്ചി കൂട്ടുപിടിച്ചത് മഹാ തെറ്റായിപ്പോയി. ഭാഗ്യലക്ഷ്മി ചേച്ചീനെ ഈ കുരുക്കിൽ ചാടിച്ചത് ദിയാസനയാണ്. ദിയാസന എന്ന് പറഞ്ഞാൽ ഒന്നാം നമ്പർ ഫ്രോഡാണ്. ഒരു 12 വയസ്സായ കുട്ടിയുടെ മാതൃത്വമുള്ള ദിയാസന ഒരു കുഞ്ഞിനെ പ്രസവിച്ച കുഞ്ഞിനെ അതിൻ്റെ രക്തച്ചാറ് പോലും മാറുന്നതിന് മുമ്പ് വിൽക്കാൻ ശ്രമിച്ചവളാണ് ദിയാസന. അതിനുള്ള തെളിവ് എൻ്റെ പക്കത്തുണ്ട്. ട്രാൻസ് കപ്പിൾസിന് വിൽക്കാൻ വേണ്ടി ദിയാസന ശ്രമിച്ചതായിട്ടുള്ള തെളിവ് എൻ്റെ ഭാഗത്തുണ്ട്. എൻ്റെ കയ്യിൽ കുട്ടിയുടെ ഫോട്ടോയുണ്ട്. ഞാൻ അപ്പം ഇത്തരത്തിൽ കപടമായി മാതൃസ്നേഹം പോലും ഇല്ലാതെ പ്രസവവേദന അനുഭവിച്ചിട്ടുള്ള ദിയാസന, പ്രസവവേദന എന്തെന്നറിയാത്ത, മാതൃസ്നേഹം എന്തെന്നറിയാത്ത നീ ഒരു സ്ത്രീയായ ഇത് 24 വട്ടം ഞാനൊരു സ്ത്രീയാണ് സ്ത്രീയുടെ മഹത്വം പോലും അറിയാത്ത നീയാണോ ഒരു സ്ത്രീ ദിയാസന? ഇത് സ്ത്രീകളെ അപമാനിക്കുന്ന, സ്ത്രീകൾക്ക് അപമാനമാണ് ദിയാസന. ഞങ്ങൾ ഒരിക്കലും ദിയാസന സ്ത്രീകൾക്ക് അപമാനമാണ് ദിയാസനെ പോലുള്ളവർ ഒരു ഫെമിനിസ്റ്റ് പട്ടം നടിച്ച് ഫെമിനിസ്റ്റ് നാടകം കളിക്കുന്ന ദിയാസനെ കേരള സമൂഹത്തിൽ വെച്ച് വാഴിച്ചാൽ കേരളത്തിൽ മൊത്തം സ്ത്രീകൾക്കും അതിന് അപമാനമാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിനെതിരെ പ്രതികരിക്കണം. ദിയാസനെ അറസ്റ്റ് ചെയ്യുന്നവർ പ്രതികരിക്കണം. ദിയാസന കാണിച്ച വെറും ഫ്രോഡും ട്രാൻസിൻ്റെ പേരിൽ ഇത്രനാളും നടത്തുന്ന പൊറോട്ട നാടകങ്ങളും ഇനി ഒരിക്കലും വില പോകില്ല. ഫെമിനിസ്റ്റ് എന്നുള്ളതിൻ്റെ പട്ടം വരെ ഇനി ഇനി നിലനിൽക്കില്ല. ദിയാസന ഈ കേരളത്തിൽ മാതൃശിശുക്കളെ വിൽക്കാൻ ശ്രമിക്കുക, കഞ്ചാവ് പ്രതികൾക്ക് കൂട്ടുനിൽക്കുക, ഡ്രഗ്സ് അടിമകൾക്ക് കൂട്ടുനിൽക്കുക, ഇതൊക്കെയാണ് ഒരു ഫെമിനിസം എന്ന് പറയുന്നത്. മാതൃസ്നേഹവും സ്ത്രീകൾക്കുള്ള സ്നേഹമില്ല, കുട്ടികളോട് സ്നേഹമില്ലാത്ത എന്ത് ഫെമിനിസമാണ് കാണിക്കുന്നത്? ഇന്ന് ഞങ്ങൾക്കൊരു കുട്ടിയെ പ്രസവിക്കാൻ കഴിവില്ലെങ്കിൽ പോലും ഞങ്ങൾക്കിന്നൊരു കുട്ടിയെ ഞങ്ങൾ പൊന്നുപോലെ ഞങ്ങൾ വിൽക്കാനല്ല ശ്രമിക്കുന്നത്. ഞങ്ങൾ അതിനെ കുഞ്ഞുങ്ങളെ കച്ചവടം ചെയ്യാനല്ല ശ്രമിക്കുന്നത്. ഞങ്ങൾ മാതൃസ്നേഹം കൊടുത്ത് വളർത്തും. ഞങ്ങൾ ഒരു സ്നേഹം പ്രസവിക്കാൻ കഴിവില്ല എന്നുള്ള ദൈവത്തിൻ്റെ ഒരു കുറവ് മാത്രമേ ഞങ്ങളുള്ളൂ. ഒരു സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവ് ഞങ്ങൾക്ക് ഉണ്ട്. ദിയാസന, നീ നാഴിക്ക് ഞങ്ങൾ സ്ത്രീയാണ്. എന്ത് മഹത്വമാണ് സ്ത്രീയായിട്ട് നിനക്കുള്ളത്? ട്രാൻസ്ജെൻഡേഴ്സിനെ പോലും കബളിപ്പിച്ച് ഇനി നീ ഇപ്പോൾ ഇരുന്ന് ഫോൺ ചെയ്യും. ഈ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ വിളിച്ചു പറയും, അവൾ കള്ളിയാണ്, അവൾ പിടിച്ചുപറിക്കാരിയാണ്, അവൾ പൈസ മോട്ടിച്ച് ട്രാൻസിനെ പറ്റിച്ച് ജീവിച്ച എന്നൊക്കെ നീ ഇന്ന് അടിയിൽ വന്ന് കുറിപ്പിൽ എഴുതിയാലും ദിയാസന, ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. സമൂഹത്തിൽ ഞങ്ങൾ ഏത് തരത്തിലാണ് കഷ്ടപ്പെടുകയും ഏത് തരത്തിലാണ് ഞങ്ങൾ ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുകയും ഏത് തരത്തിലാണ് സ്ട്രഗിൾ ചെയ്യുകയും വെല്ലുവിളികളും എല്ലാം നേരിട്ടാണ് ഇന്ന് ഈ നിലയിൽ ഞങ്ങൾ ട്രാൻസ് വുമനാണെന്ന് പറഞ്ഞ് നിൽക്കാനുള്ള ധൈര്യം കാണിച്ച് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ കള്ളവും കപടവും കാണിച്ച് മോട്ടിച്ചും പറ്റിച്ചും ജീവിച്ചല്ല സ്ത്രീയായെന്ന് പറഞ്ഞ് കപട സ്ത്രീ ഭാവം നടിച്ച് കപട ഫെമിനിസം നടിച്ച് നടക്കുന്നവളല്ല ദിയാസന. ട്രാൻസ് വുമൻസൊക്കെ വളരെ കഷ്ടപ്പെടുകയും ജീവിതം മെച്ചപ്പെടുത്താനും കഷ്ടതയോടുകൂടി സ്ത്രീയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് സ്ത്രീകൾ ജീവിക്കാൻ ശ്രമിക്കുന്നവരും ജീവിതത്തിൽ വളരെ വെല്ലുവിളി നേരിട്ട് വന്നവരാണ് ഈ ട്രാൻസ് വുമൻസൊക്കെ. അല്ലാതെ അവരെ കൂടെ ചേർത്ത് പറ്റിക്കൊണ്ട് എവിടെ ആദായം കിട്ടുന്നു, എവിടെ ഒരു ട്രാൻസ് വുമൻസിൻ്റെ പാർട്ട്ണറുണ്ട്, അവിടെ കയറി നിന്ന് അവനെ എങ്ങനെ നമുക്ക് ഏറ്റെടുക്കാം, അവരെ കൂടെ എങ്ങനെ നിന്ന് നോക്കാം, അവരെ എങ്ങനെ പറ്റിക്കാം. അത് ട്രാൻസ് വുമനോട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് മറ്റുള്ള കേസുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും, മറ്റുള്ള കേസുകളിൽ നിന്നും നമുക്ക് എന്നെ കുറ്റം പറയില്ല, ഞാൻ ട്രാൻസ് വുമൻസ് വേണ്ടി എന്തോ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ദിയാസന, സത്യസന്ധമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. ഇന്ന് നീ സത്യസന്ധയോട് ജീവിച്ചിരുന്നെങ്കിൽ നിനക്ക് ഈ ഒരു ഒളിവിൽ പോയി ജീവിക്കേണ്ടി വരില്ല. കാരണം ഞങ്ങളെ ഒളിവിൽ പോകാൻ വേണ്ടി നീ ശ്രമിച്ച പരിശ്രമത്തിന് ദൈവം തന്ന കടുത്ത ശിക്ഷയാണ് നിനക്ക്. ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ ശിക്ഷ. നിനക്ക് കൂട്ടുനിന്നിട്ടുള്ളത്, നീ ഇരയായി കൊണ്ടുവന്നിട്ടുള്ളവരും നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരായിരുന്നാലും അത് ആരായിരുന്നാലും അവർക്കുള്ള പണിയും പുറകെ വരുന്നുണ്ട് ദിയാസന. ഞങ്ങൾ തരുന്ന പണി വളരെ കുറച്ചായിരിക്കും, പക്ഷേ ദൈവം തരുന്ന പണിയോ 8ൻ്റെ പണി ദിയാസനയ്ക്ക് കിട്ടിയിരിക്കും. 8ൻ്റെ പണി ദിയാസനയ്ക്ക് വാങ്ങിച്ചിരിക്കും. അത്രത്തോളം മാനസിക സംഘർഷം, മാനസിക ടെൻഷൻ, മാനസിക വിഭ്രാന്തി ദിയാസന മൂലം ഒരു ട്രാൻസ് വുമൺ അനുഭവിച്ചിട്ടുണ്ട്. അത്രയേറെ കള്ളക്കേസിൽ, ഒരു സെക്ഷുവാലിറ്റി വരെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കള്ളക്കേസിൽ കൊടുക്കാൻ ദിയാസന തയ്യാറായി.
ട്രാൻസ്ജെൻഡേഴ്സ് തമ്മിലുള്ള പ്രശ്നങ്ങൾ, നീ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റാണ്, ട്രാൻസ്ജെൻഡറിന് വേണ്ടി പ്രവർത്തിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് അവർ ഇടനിലക്കാരെ നീ അവരോട് മൂല ചേർന്ന് നിന്നുകൊണ്ട് മറ്റുള്ളവരെ തകർക്കാനല്ലേ ശ്രമിച്ചത് ദിയാസന? ഈ ദിയാസന ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തികൾ പ്രവർത്തിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ദിയാസന 2018 ആലുവയിൽ ഗൗരി എന്ന് പറയുന്ന ട്രാൻസ് വുമൻ ആലുവ റെയിൽവേ സ്റ്റേഷൻ്റെ ട്രാക്കിൽ ഷാളിൽ കഴുത്തി കുരുക്കി കൊല ചെയ്യപ്പെട്ടു. ഇന്ന് വരെയും അതിൻ്റെ കുറ്റവാളികളെ കണ്ടുപിടിക്കൂ, അവർക്ക് വേണ്ടുന്ന തക്കതായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഈ നിയമത്തിനോ ഇവിടെയുള്ള കേരളത്തിലോ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കോഴിക്കോട് ഷാലു ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ പിറകുവശത്തിൽ മരിച്ചു കിടന്നു, കൊലയാളികളെ കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട് ഈ ദിയാസന അതിനെതിരെ പ്രവർത്തിച്ചില്ല? ഈ ദിയാസന ട്രാൻസിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് പറയുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് വരെയും ആ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ദിയാസന തയ്യാറായില്ല? ഇന്നും നീതി കിട്ടാതെ ഷാലുവിൻ്റെ ആത്മാവ്, ട്രാൻസ് വുമണായ ഷാലുവിൻ്റെ ആത്മാവ്, കോഴിക്കോട് മരിച്ച ഷാലുവിൻ്റെ ആത്മാവ് ഇന്ന് നിലകൊള്ളുന്നു. ഇന്നും ഷാലുവിന് നീതി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട് ഈ ട്രാൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫെമിനിറ്റി എന്തുകൊണ്ട് അതിനുവേണ്ടി നീതിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല? അതാണോ? അപ്പോൾ ഒരു ട്രാൻസിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് സെലക്റ്റീവായിട്ടാണോ പ്രവർത്തിക്കുന്നത്? പണമുള്ളവർക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? ആദായം നോക്കിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? കേരളത്തിൽ നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് പലയിടത്തും ദിനം ആക്രമിക്കപ്പെടുന്നു, ദിനം പോലീസിൽ ഹറാസ്മെൻറ്റ് ചെയ്യപ്പെടുന്നു, ദിനം സാമൂഹ്യ വിരുദ്ധരാൽ ആക്രമിക്കപ്പെടുന്നു. ഇവിടെയൊക്കെ എന്തുകൊണ്ട് ശബ്ദമുയർത്തിയില്ല ദിയാസന? ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്രയും നിലയിലെത്തി. കേരള ഗവൺമെൻറ് സർക്കാരും ഞങ്ങൾക്കൊരു പോളിസി നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ സർക്കാർ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി അതിനുവേണ്ടി സകലതും നടപ്പിലാക്കി വരുന്നു. ആ സമയത്ത് ഇത് ഞാനാണ് നടപ്പിലാക്കുന്നു എന്ന് പറയാൻ നാണമില്ലേ ദിയാസന നിനക്ക്? ഇതിനേക്കാളും നല്ലത് നിനക്ക് ഇതിന് വേറെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ? നീ ചെയ്യുന്ന രഹസ്യമായിട്ട് ചെയ്യുന്ന പണി പരസ്യമായിട്ട് ജീവിക്ക്. രഹസ്യമായിട്ട് ചെയ്യുന്ന പണി, നിൻ്റെ സ്രോതസ് എന്താണ്? നിൻ്റെ വരുമാനം എന്താണ്? നിനക്ക് എന്താണ് ജോലി? നീ കവടിയാറ് 15,000-20,000 രൂപ കൊടുത്ത് ഫ്ലാറ്റ് എടുത്തിട്ടിട്ട് അതിനകത്ത് എന്താ നിൻ്റെ പരിപാടി? നീ ട്രാൻസ് വുമനെ അധിക്ഷേപിക്കാനും ഒരു ട്രാൻസ് വുമനെ മാനസികമായി പീഡിപ്പിക്കാനും അവരെ കള്ളക്കേസ് കൊടുക്കാനും നിനക്ക് എന്ത് ട്രാൻസിൻ്റെ സാവകാശമാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിയാസന? നിനക്ക് ദൈവം കടുത്ത ശിക്ഷയാണിത്. നിനക്ക് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും നിനക്ക് ഉന്നത പോലീസിൽ പിടിപാടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ താമസിക്കണം നിനക്കെതിരായി പറഞ്ഞെങ്കിൽ നീ പറയുന്ന എല്ലാവരെയും നീ പോലീസിൽ കൊണ്ട് പിടിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. നിനക്കെതിരെ തെളിവ് സഹിതം ഒരു ആൾ നേരത്തെ ബിനോയ് ബാസിനെ പറഞ്ഞല്ലോ, നീ കുട്ടികളെ വിൽക്കാൻ നടക്കുന്നതെന്നും പലരും മോഷണ കേസിലെ പ്രതിയാണെന്നും പലവരെ സ്ത്രീകളെ നീ അപമാനിച്ചിട്ടുണ്ടെന്നും പലവരെ നീ പൈസ പിടിച്ചു വരച്ചിട്ടുണ്ടെന്നും പലവരെ മോട്ടിച്ചിട്ടുണ്ടെന്നും. ഞങ്ങളാണോ പിടിച്ചുവരിക്കാരി? നീയാണോ പിടിച്ചുവരിക്കാരി? അങ്ങനെ പറഞ്ഞെങ്കിൽ നീ അതിനൊക്കെ ഉത്തരമുണ്ടോ ദിയാസന? നിനക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നിനക്ക് സപ്പോർട്ട് ചെയ്യുകയാണെന്നെങ്കിൽ നീ ഞങ്ങളോട് കാണിച്ചിട്ട് നിനക്ക് കമ്മീഷൻ തരാത്തതിന് ഞങ്ങൾ ഇത്രത്തോളം ഈ സമൂഹത്തിന് മുന്നിൽ നീ ട്രാൻസ് സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പച്ചയായി ഞങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനും പോലീസിനെ കൊണ്ട് കേസ് എടുപ്പിക്കാനും FIR ഇടിപ്പിക്കാനും ജയിലിലിടാനും നീ ശ്രമിച്ചവളാണ് നീ. അതിൻ്റെ ഫലമായിട്ടാണ് ദിയാസന നിനക്കിപ്പോൾ ഒളിവിൽ പോകേണ്ടത്. ജാമ്യം കിട്ടാത്ത വകുപ്പിൽ നീ ജയിലിൽ പോയിരിക്കും. നീ ജയിലിൽ കടുത്ത ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി നിനക്ക് കൂട്ടുപ്രതിയായി നിൽക്കുന്ന ആ പാവപ്പെട്ട ഭാഗ്യലക്ഷ്മി ചേച്ചി നീ ചതിച്ചവളാണ്. ഇത്രയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ട്രാൻസിൻ്റെ കേരളത്തിൽ എന്താണെന്ന് ട്രാൻസ് എന്ന് കാണിച്ചൊരു TV പരിപാടിയിലൂടെ ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ അവതരണ ശൈലിയിലൂടെയാണ് കൈരൾ TVയിൽ സെൽഫി എന്ന പ്രോഗ്രാമിൽ കൂടുതൽ ജനങ്ങൾ ട്രാൻസിനെ അറിയാനും അത്രയും കഴിവും പാരമ്പര്യമുള്ള ആ ഒരു ഭാഗ്യലക്ഷ്മി ചേച്ചിയെ വരെ നീ കെണിയിൽ പെടുത്തിയില്ല ദിയാസന. നിന്നോട് കൂടുന്നവരൊക്കെ നീ ചതിയിൽപ്പെടുത്തില്ല നിൻ്റെ പരിപാടി. ഇതിനുള്ള ശിക്ഷ നിനക്ക് ദൈവം ഇതിനപ്പുറം നിനക്ക് കിട്ടാനേ ഉള്ളൂ ദിയാസന ഇരിക്കുന്നത്. ട്രാൻസിൻ്റെ പേരും പറഞ്ഞ് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ കൂടെ ഇടയിൽ ചേർന്ന് നിന്നുകൊണ്ട് നിൻ്റെ മുഖം മിനുക്കാൻ വേണ്ടിയിട്ടില്ല നീ അവരെ കൂട്ടുപിടിച്ചേക്കുന്നത്. നീ ചെയ്ത കൊള്ളരായ്മകൾക്കും നീ ചെയ്യുന്ന അനീതിക്കും ഒരു മറയല്ല നീ ട്രാൻസ്ജെൻഡേഴ്സിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്, അവരെ സപ്പോർട്ട് ചെയ്യിക്കണമെന്ന്. നിൻ്റെ ഈ കള്ളത്തരങ്ങളും നിൻ്റെ ഈ മറയും നിൻ്റെ ഈ കപട ഫെമിനിസവും ഇതെല്ലാം തുറന്നു കാണിക്കേണ്ട സമയമാണ് ഇപ്പോൾ ദൈവം തന്നിരിക്കുന്നത് ദിയാസന. അതിനുള്ള മറുപടിയാണ് നിനക്ക് ദൈവം തന്നേക്കുന്നത്. നിൻ്റെ ഈ ട്രാൻസിനോട് കയറി നിന്നുകൊണ്ടുള്ള നിൻ്റെ കുറ്റങ്ങൾ മറയ്ക്കാനും നിൻ്റെ കള്ളത്തരങ്ങൾ മറയ്ക്കാനും നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളുടെയും പരിണിത ഫലം പുറത്തു കൊണ്ടുവരാതിരിക്കാനുള്ള ഒരു
മറയായിരുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തികളെ നീ കൂട്ടുപിടിക്കുകയും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നെന്ന് എന്ന് പറയുന്നത് ഞാൻ ട്രാൻസ് വുമനാണ്. ഞാൻ കേരളത്തിൽ 2000 മുതൽ ട്രാൻസ്ജെൻഡേഴ്സ് എൻ്റെ ഐഡൻറ്റിറ്റിക്ക് വേണ്ടി തെളിയിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കുകയും കേരളത്തിൽ ആകമാനം എൻ്റെ വിസിബിലിറ്റിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തി. എനിക്ക് ഒരു ദിയാസനെ അല്ല എൻ്റെ വിസിബിൾ വാങ്ങി തന്നത്, ദിയാസനല്ല എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിക്കാൻ എനിക്ക് അവസരം ഒരുക്കി തന്നത്. ഒരു ദിയാസനൊക്കെ അവിടെ നിന്ന് ദിയാസനയുടെ ഒരു സപ്പോർട്ടും അല്ല എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി തെളിയിച്ച് എനിക്ക് മുഖ്യധാര സമൂഹത്തിൽ നിൽക്കാനുള്ളതും ഇന്ന് ഈ സംസാരിക്കാനുള്ള ധൈര്യം തന്നത് ദിയാസന അല്ല. എനിക്ക് തന്നത് ഞാൻ ഇറങ്ങി തിരിച്ച് ഞാനും ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ കമ്മ്യൂണിറ്റികളും സ്വയം ഇറങ്ങി തിരിച്ച് ഞങ്ങളിതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അല്ലാതെ ഒരു ദിയാസനെ വിചാരിച്ചിട്ടല്ല ഞങ്ങൾ ഐഡൻറ്റിറ്റി തെളിയിച്ചത്. ഇനിയും ഐഡൻറ്റിറ്റി തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ജീവിക്കാൻ നിൽക്കുന്ന ഞങ്ങളെ മുന്നിൽ നിൻ്റെ കപട സദാചാരവും കപട വേഷവും കപട വിഡ്ഢിവേഷവും കൊണ്ട് ട്രാൻസിനെ സപ്പോർട്ട് ചെയ്യാനെന്ന് വന്ന് വില പോവില്ല. ഈ കേരളത്തെ ജനങ്ങൾക്കറിയാം നീയാണോ ഞങ്ങളാണോ ഇതിന് പിന്നിൽ നിന്നിട്ടുള്ളതെന്ന്. എന്ത് നേട്ടമാണ് നിനക്ക് ഇതിൽ ഞങ്ങളെപ്പറ്റി പേരെടുത്തിട്ട് നിൻ്റെ കപട മറയ്ക്കാൻ വേണ്ടി നീ തിരഞ്ഞെടുക്കുന്ന വഴി ട്രാൻസ്ജെൻഡേഴ്സ് തന്നെ ആണോ? ദിയാസന അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ ഞങ്ങൾക്ക് ഇനി നീതി കിട്ടാൻ ഒരുപാട് പേര് കിടപ്പുണ്ട്. ഇനി നീതി കിട്ടാത്തത് ഞങ്ങൾ നീതിക്കായി ഞങ്ങൾക്ക് മുന്നേ മരിച്ചുപോയ എത്രയോ പേര് നീതിക്ക് വേണ്ടി ഈ കേരളത്തിൽ കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് അതിനു വേണ്ടി പ്രവർത്തിച്ചില്ല? അതുകൊണ്ട് നീ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരെ നീ ആരെ പിടിച്ചാലും എവിടെ പിടിച്ചാലും എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ രക്ഷയില്ല. നീ എത്ര ഉദ്യോഗസ്ഥരെ എത്ര പോലീസ് ഉദ്യോഗസ്ഥർക്കും നീ നിൻ്റെ ചാരിത്രത്തെയോ നീ എങ്ങനെയോ കവർന്ന് പറഞ്ഞു കൊടുത്താലും ശരി എടുത്താലും ശരി, ദിയാസന ദൈവം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മുന്നിൽ നിന്ന് നിനക്ക് ഒരിക്കലും ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ദിയാസന. അതിനുള്ള മറുപടി ദൈവം നിനക്ക് തന്നിരിക്കും, നിനക്ക് തരും. ഇത് എൻ്റെ ഒരു ശാപമായിട്ട് നീ കണക്കാക്കി നിനക്ക് കിട്ടിയിരിക്കും ദിയാസന. അത്രയ്ക്ക് മാനസികമായിട്ടാണ് ഒരു ട്രാൻസ് വുമനെ നീ കള്ളക്കേസിൽ കുടുക്കി നീ അവർ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി ഒറ്റക്കാലിൽ നിന്ന് ജയിലിൽ അടച്ചേ പറ്റുള്ളൂ. അവരെ പറഞ്ഞെന്താന്ന് നീ അവർ ഫ്രോഡ് സ്ത്രീ, അവർ സെക്ഷൽ ഹറാസ്മെൻറ്റ് ചെയ്യണ സ്ത്രീ, ഞങ്ങളെ സെക്ഷുവാലിറ്റി എന്താണെന്ന് നിനക്കറിയാമോ? ഞാനൊരു സ്ത്രീയായിട്ട് എൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് നിനക്കറിയാമോ ദിയാസന? നീ ഞങ്ങളെ സെക്ഷുവാലിറ്റി വരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നീ അന്ന് ജയിലിൽ അടച്ചേ മതിയാവുമെന്ന്. അന്ന് അവരൊഴിച്ച കണ്ണീര്, അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൊടുക്കാനുള്ള നടപടി ഉണ്ടായിരിക്കാം. പക്ഷേ നീ പറഞ്ഞ കള്ളക്കേസുകൾക്ക് ഇന്ന് നിനക്ക് അതിൻ്റെ മറുപടി ഇന്ന് നീ അനുഭവിക്കുന്ന ഒളിവിൽ നിന്ന് എങ്ങനെയായിരിക്കും ആ ഒളിവിൽ നിൽക്കുമ്പോൾ നിൻ്റെ സിറ്റുവേഷൻ? നീ ഇന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് ജീവിച്ച് നടക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പ്രതിവിധി എന്നൊക്കെ തക്ക സമയത്ത് ദിയാസ് എങ്ങനെ മറുപടി തന്നു നിനക്ക് ദൈവം തന്ന ശിക്ഷ. ഇനിയെങ്കിലും ആരെയും ദ്രോഹിക്കാതെ ജീവിക്കാൻ നോക്ക്. നിനക്കും ഉണ്ട് 12 വയസ്സായ ഒരു മകൻ. നീ ഏത് പ്രായത്തിൽ പ്രസവിച്ചാലും പേറ്റ് നോവ് അറിഞ്ഞ ഒരു സ്ത്രീയാണ് നീ. ആ ഒരു സ്ത്രീയായ നിലയ്ക്ക് പ്രസവ വേദന അറിഞ്ഞൊരു കുഞ്ഞിന് ജന്മം നൽകിയ ഒരു സ്ത്രീ, അതുപോലെ മറ്റുള്ള സ്ത്രീകളുടെയും പ്രസവ വേദനയും ആ അമ്മയുടെ മാതൃത്വങ്ങൾ എന്താണെന്നും അവരുടെ സ്നേഹം എന്താണെന്നും മനസ്സിലാക്കി ജീവിക്കാൻ പഠിക്കുക ദിയാസന. മനസ്സിലാക്കിയിട്ട് നീ ഫെമിനിസ്റ്റായിട്ട് ജീവിക്കുക. നീ പുരുഷന്മാരെ എതിർക്ക്. നീ കള്ളക്കേസിൽ പലവരെയും കുടുക്കിയിട്ടുണ്ട്. ബസ്സിനകത്ത് ഒരു പുരുഷനെ നീ കടന്നു പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നീ മർദ്ദിച്ചിട്ട് അവസാന കോമ്പൻസേഷനായിട്ട് രഹസ്യമായി അവൻ്റെ വീട്ടിൽ പോയി പണം വാങ്ങിച്ച് ഒത്തുതീർപ്പാക്കിയവളാണ് നീ. നീ ഇതുവരെ അതിന് കേസ് നടപടി എടുത്തില്ല. നീ ബാധോര സംസാരിക്കുന്നു. നിനക്ക് പണത്തിന് വേണ്ടി പാവപ്പെട്ട ചെക്കന്മാരെ നീ കള്ളക്കേസിൽ കുടുക്കിയിട്ട് രഹസ്യമായിട്ട് കോമ്പൻസേഷൻ വാങ്ങിച്ച് പിന്മാറുന്ന ഒരു വ്യക്തിയാണ് ദിയാസന. നീ നിൻ്റെ അടവുകൾ 18 കണ്ടും പഠിച്ചവളാണ് ഞങ്ങളൊക്കെ. ഞങ്ങളെ കൂടെ നിന്ന് നീ പല അടവുകളും നടത്തിയിട്ടുണ്ട്. ഇനി ട്രാൻസ് വ്യക്തികളോട് നിന്നിട്ട് നീ കുറച്ച് ട്രാൻസ് വ്യക്തികളെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾക്കെതിരെ അസഭ്യം പറയുകയും ഞങ്ങൾക്കെതിരെ നീ തെറി പറയുകയും ചെയ്യുന്ന ഒരു വിഷയമല്ല. ദിയാസന ശ്രീകുട്ടിക്കെതിരെ എന്താ അസഭ്യം പറഞ്ഞാലും, ഞാൻ കള്ളിയാണെന്ന് പറഞ്ഞാലോ, പിടിച്ചുവലിക്കാരിയാണെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ ട്രാൻസ് കമ്മ്യൂണിറ്റികളെ പറ്റിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞാലോ, അവരെ മോട്ടിച്ചെന്ന് പറഞ്ഞ് ജീവിച്ചാലോ, ഇന്ന് കേരളത്തിൽ നിയമമുണ്ട് അതൊക്കെ ചോദിക്കാനും. അങ്ങനെയുള്ള നിയമത്തിൻ്റെ മുന്നിലാണ് ഞാൻ ജീവിക്കുന്നത്. അവർക്ക് വേണമെങ്കിൽ ചോദിക്കാം, അവർക്ക് അതിനുള്ള തെളിവുകൾ എടുക്കാം, അത് ചെയ്യാം. നീ അങ്ങനെ പറഞ്ഞു വരുത്തി നിൻ്റെ മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കപടചാരിയായ നീ ട്രാൻസ് വ്യക്തികളുടെ നിൻ്റെ കപടങ്ങൾ മറക്കാൻ വേണ്ടി ഇനി ട്രാൻസ് വ്യക്തികളെ കരുവാക്കി മാറ്റരുത്. റിക്വസ്റ്റാണ്. നീ നിൻ്റെ രീതിയിൽ സത്യസന്ധമായി ജീവിച്ച ദൈവം നിന്നെ അനുഗ്രഹിക്കും. അല്ലാത്ത ദൈവത്തിന് ശിക്ഷ ഏറ്റുവാങ്ങാൻ ദിയാസന തയ്യാറാവണം. ഈ ഏറ്റുവാങ്ങിക്കൊണ്ട ശിക്ഷകൾ ഒന്നുമല്ല ദിയാസന. കപടമായി നീ ജീവിക്കുന്ന നിൻ്റെ വരുമാന സ്രോതസ് എന്താണ്, നീ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഏതേതാ ജീവിക്കുന്നത് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. ഒരു ജോലിയും കൂലിയും ചെയ്യാതെ ഇത്ര ആഡംബരമായിട്ട് ജീവിക്കുന്ന നീ എത്ര ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നിനക്ക് സപ്പോർട്ട് ചെയ്താലും നിയമത്തിന് മുന്നിൽ ചിലപ്പോൾ
രക്ഷപ്പെടേണ്ടി വരും. പക്ഷേ എന്നാലും നീ സത്യത്യമായ ദൈവത്തിന് മുന്നിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല ദിയാസന, നീ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. നീ കണ്ടോ ഇത്? അത്രയ്ക്ക് മാനസികമായുള്ള പ്രയാസങ്ങൾ, മാനസികമായ സംഘർഷങ്ങളാണ് നീ ഞങ്ങൾക്കെതിരെ വരുത്തി വെച്ചത്. നീ ഞങ്ങൾക്ക് പണം തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചത് വാങ്ങിക്കൊണ്ടുപോകാൻ നീ കാണിച്ചു കൂട്ടിയ പൊറോട്ട നാടകങ്ങളെല്ലാം നീ വണ്ടി വാങ്ങിക്കൊണ്ടുപോയി. ഇന്ന് വരെ നീ പറഞ്ഞിട്ടില്ല അത് എവിടെ ചെയ്ത് കൊണ്ടുവന്ന്. അർച്ചന സുശീലം വന്ന് പറഞ്ഞിട്ടില്ല വണ്ടി തിരിച്ച് കൈപ്പറ്റിയെന്ന്. തിരിച്ച് നിനക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് തരികട സാബു ഞങ്ങളെ വിളിച്ച് ജെൻഡറിനെ വരെ ചോദ്യം ചെയ്ത് വളരെ മോശമായിട്ട് സംസാരിച്ചു. അതുപോലും ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് ദിയാസന. ഇന്ന് നിൻ്റെ സാബുവിൻ്റെ അവസ്ഥ എന്ത് നിൻ്റെ സാബുവിൻ്റെ അവസ്ഥ നിന്നെ പച്ചയായി അധിക്ഷേപിച്ചിട്ട്, നിൻ്റെ തൊലി വരെ പറഞ്ഞിട്ട്, നിൻ്റെ കളറിനെ വരെ പറഞ്ഞിട്ട്, നിൻ്റെ മേക്കപ്പിനെ പറഞ്ഞിട്ട്, നീയാണ് ഒരു സ്ത്രീ ഒരു കൂട്ടം ലിപ്സ്റ്റിക് ഇല്ലാതെ നിനക്ക് പുറത്തിറങ്ങും. ഞങ്ങളാണ് സ്ത്രീകൾ ഒരു ലിപ്സ്റ്റിക് ഒരു മേക്കപ്പ് ഇല്ലാതെ ഇരിക്കുന്ന ദിയാസന ഒരു ലിപ്സ്റ്റിക്. നിന്നെ ഇത്ര പച്ചയായിട്ട് തരികട സാബു നിന്നെ കുറ്റം പറഞ്ഞില്ലേ? തരികട സാബു നിന്നെ പറ്റി പറഞ്ഞില്ലേ? അപ്പം നീ ഞങ്ങളെ തരികട സാബുവിനെ കൊണ്ട് ചീത്ത വിളിച്ചപ്പോൾ നിന്നെ തന്നെ തരികട സാബു പറയേണ്ട ഇട വരുത്തിയില്ലേ? അതാണ് പറയുന്നത് ദൈവം എന്ന് പറയുന്നത്. നീ ഒരാളെ വിധിക്കുമ്പോൾ നിന്നെ വിധിക്കാൻ 100 കൈകളുണ്ടാവും, 100 നാവുകളുണ്ടാവും ദിയാസന. നീ ഒരു നാവ് കൊണ്ട് നീ 100 വിധിക്കുമ്പോൾ നിന്നെ വിധിക്കാൻ 100 നാവ് ഉണ്ടായിരിക്കും ദിയാസന. നിന്നെ പറഞ്ഞതിന് ഇനി ഏത് പോയിന്റിൽ ഉദ്യോഗസ്ഥർ എൻ്റെ പേരിന് FIR എടുക്കുകയും കേസ് എടുക്കുകയോ ചെയ്താൽ ഞാൻ തയ്യാറ്. ഞങ്ങളെ പറഞ്ഞ് ഇത്ര നാറ്റിച്ചുകയും കള്ളക്കേസ് കൊടുക്കുകയും ശ്രമിച്ചതിന് ദൈവം നിനക്ക് ശിക്ഷയാണ് ദിയാസന. നിനക്ക് ഇത് ഓർത്തോ. ഇനിയും നീ സത്യസന്ധമായിട്ട് നീ സ്ത്രീയാണെന്ന് സത്യസന്ധമായിട്ട് നിനക്ക് ജീവിക്കാൻ നീ ശ്രമിച്ചില്ലെങ്കിൽ ഇതിനേക്കാളും വൻ ആപത്തുകൾ നിനക്ക് ഉണ്ടാവും. അതും നീ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ നിന്നിട്ട് ഇത്രയും ഞങ്ങളൊക്കെ ഒരു പൊറോട്ട നാടകം കളിച്ച് ട്രാൻസ്ജെൻഡർ തമ്മിലടിപ്പിക്കുകയും അവർക്ക് എരികേറ്റി കൊടുക്കുകയും അവരെ തമ്മിൽ തല്ലിക്കുകയും ചെയ്യുന്ന നിൻ്റെ ഈ നാടകം അധികം നാൾ വില പോകില്ല ദിയാസന. നീ കൊണ്ടുപോയിട്ടുള്ള വണ്ടിയുടെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്. നീ വാങ്ങിക്കൊണ്ട് പോയ വണ്ടി എന്ത് ചെയ്തു ഏത് ചെയ്തു എന്നുള്ളതിന് തെളിവ് എൻ്റെ ഉണ്ട് ദിയാസന. നീ ഈ തെളിവ് നീ കൊണ്ടുപോയി അർച്ചന സുശീലന് കൊടുത്തോ അല്ല തരികട സാബുവിന് കൊടുത്തോ എന്ന് നീ വെളിപ്പെടുത്തണം. ഈ പൈസ ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് അവർ തിരിച്ച് കൈപ്പറ്റിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നീ എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് നീ ലൈവിൽ വരികയോ മറ്റുള്ള രീതിയിൽ സംസാരിക്കുകയോ ചെയ്താതിരുന്നത്? എന്തുകൊണ്ട് ഇത് അവിടെ കൊണ്ടുപോയി വെളിപ്പെടുത്താതിരുന്നത്? അപ്പോൾ നിൻ്റെ കുടുംബത്തിൽ ആർക്കും കൊടുത്തിട്ടുണ്ടോ? നിൻ്റെ ബന്ധുക്കൾക്കാർക്കും കൊടുത്തോ? അല്ലെങ്കിൽ നീ എന്ത് ചെയ്തു എന്നുള്ള കാര്യം ഞങ്ങൾക്കിത് തിരിച്ചു വേണ്ട. അർച്ചന സുശീലനോ വന്ന് പറയണം. അർച്ചന സുശീലിൻ്റെ പൈസയ്ക്കാണ് വാങ്ങിയെങ്കിൽ തിരിച്ച് അർച്ചന സുശീലിൽ നീ കൊണ്ട് കൊടുത്തെങ്കിൽ ഇത് എന്തായാലും തിരിച്ചു പറയണം ദിയാസന. നിൻ്റെ ഫെമിനിസമൊന്നും ഇനി കേരളത്തിൽ ഓടില്ല. എന്താണ് ഫെമിനിസം എന്നും എന്താണ് ആക്ടിവിസ്റ്റം എന്നും ശരിക്കും പഠിച്ചിട്ട് വന്ന് ദിയാസന ഫെമിനിസം ആക്കി ആക്ടിവിസ്റ്റ് ആക്കി ചെയ്യും. നിന്നെപ്പോലുള്ള വളർത്തുന്ന സോഷ്യൽ മീഡിയയൊക്കെ ബാബുവിനെ കളകളാന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ഒരു ഇത് വന്നിട്ട് കിടന്ന് വെറുതെ സത്യമില്ലാതെ സംസാരിക്കുകയും ചെയ്യുന്ന നിന്നെയൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിൻ്റെ കുറേ ശില്പന്തന്മാരുണ്ടാവും ഇപ്പോൾ തെറി വിളിക്കാനും ചീത്ത വിളിക്കാനും. നിൻ്റെ കുറേ ആൾക്കാരെ നീ എന്താണ് കൊടുക്കാനുള്ളത് കൊടുത്തു വെച്ചിട്ടുണ്ട് അവർക്കൊക്കെ. എന്താണ് നിനക്ക് അവർക്ക് ആവശ്യമുള്ള എന്താണ് അത് നീ കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തിട്ട് അവരെ കൊണ്ട് തെറി വിളിപ്പിക്കുക ഫേസ്ബുക്കിൽ കൂടെയൊക്കെ അതാണ് നിൻ്റെ ഉദ്ദേശം. അതിലൊരു കുറച്ച് ട്രാൻസ് കമ്മ്യൂണിറ്റി വെച്ചിട്ടുണ്ട് നിൻ്റെ ആവശ്യത്തിന് വേണ്ടി. നീ പറയുന്നിടത്ത് ഞാൻ അന്ന് ഒരു ന്യൂസിലൂടെ ഒന്ന് പ്രവർത്തിച്ചപ്പോൾ നീ കുറേ വരെ ഫോൺ വിളിപ്പിച്ച് അവിടെ കൊണ്ട് പറയിപ്പിച്ചു. ഞാൻ പിടിച്ചോ അങ്ങനെയാണ് ട്രാൻസ് കമ്മ്യൂണിറ്റി എന്നൊക്കെ. ഇങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തെറി വിളിപ്പിച്ചാലും എന്തൊക്കെ ശരിയാലും സത്യം ഞാൻ അന്നും ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് കുറിച്ചിട്ടുണ്ടല്ലോ ദിയാസന. നിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ സത്യം എന്നുള്ള കാര്യം എന്നും നിലനിൽക്കുമല്ലോ. ആരൊക്കെ എന്ത് ചെയ്താലും സത്യം എന്നുള്ള കാര്യം എന്നും നിലനിൽക്കും. സത്യമേ വിജയിക്കുകയുള്ളൂ. ആ സത്യം വിജയിച്ചതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നീ ജാമ്യമില്ലാ വകുപ്പിനകത്ത് പോയത്. ജാമ്യമില്ലാ വകുപ്പിന് നിനക്കെതിരെ കേസെടുത്ത് നീ ഒളിവിൽ പോയത്. മനസ്സിലായോ? ഇനിയും നിനക്കെതിരെ തെളിവുമായി നിൻ്റെ എല്ലാ കവടത്തിനും തെളിവുമായി ഞാൻ ഉണ്ടാവും ദിയാസന. ഞങ്ങളെ നീ മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടും ഞങ്ങളെ നീ ജയിലിൽ കയറ്റാൻ ശ്രമിച്ചത് കൊണ്ടും നീ കള്ളക്കേസ് ഇടുകയും ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കുകയും അവരെ കൊണ്ടുവന്ന് നീ വലിയ രീതിയിൽ എല്ലാവരും സംസാരിക്കുകയും മീഡിയാസിലൂടെയൊക്കെ ഞങ്ങളെ സെക്ഷൽ ഹറാസ്മെൻറ്റ് ചെയ്തവരാണെന്ന് പറയുകയും ചെയ്ത നീ ഞങ്ങളുടെ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് നിനക്ക് എന്തറിയാം ദിയാസന? നീ ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഒരു സ്ത്രീയാണെന്നുള്ള കാര്യം പോലും നീ മറന്നു പോവാതെയാണ്. നീ ഒരു സ്ത്രീയാണെന്നുള്ള മറന്നു പോവാതെ, നീ ഒരു പ്രസവിച്ച സ്ത്രീയാണെന്ന് പോലും മറന്നു പോവാതെ അന്ന് ഞങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ച നിനക്ക് ദൈവം തന്ന
എട്ടിൻ്റെ പണിയാണ് ഇനി ഇരിക്കുന്നതേ ഉള്ളൂ ഇതിലും വരാനായിട്ട് ദിയാസന. കീപ് ഇറ്റ് അപ്പ്.